നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ഇത് കാലം കാത്തുവെച്ച കാവ്യനീതി. തന്നെ ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കരുതെന്ന് 26/11 മുംബൈ ഭീകരാക്രമണത്തിന്റെ, അതായത് 26 നവംബർ 2008 മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ തഹാവൂർ റാണ അമേരിക്കയോട് കാല് പിടിച്ച് പറഞ്ഞിട്ടും US സുപ്രീം കോടതി ആ അപേക്ഷ തള്ളിക്കളഞ്ഞു. കാരണം അയാൾ ഒരു ദയയും അർഹിക്കുന്നില്ല. മുംബൈ ആക്രമണത്തിന്റെ സൂത്രധാരനായ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്ന് റാണയുടെ അപേക്ഷ US സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൗരനാണ് ഇയാൾ. 64 വയസ്സാണ് ഇയാൾക്ക്. റാണ ഇപ്പോൾ ലോസ് ഏഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ഡീറ്റൻഷൻ സെന്ററിൽ തടവിലാണ്. മുംബൈ ഭീകരാക്രമണത്തിൽ തഹാവൂർ റാണയുടെ പങ്കാളിത്തം ഒരു പതിറ്റാണ്ടിലേറെയായി വിവാദ വിഷയമാണ്. 2008 നവംബർ 26 മുംബൈയിൽ നടന്ന വിനാശകരമായ ഭീകരാക്രമണത്തിൽ 166 പേർ കൊല്ലപ്പെടുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2009 അറസ്റ്റിലായ തഹാവൂർ റാണ ആക്രമണത്തിലെ കുറ്റവാളികൾക്ക് പിന്തുണ നൽകിയതിന് ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ പോരാടുകയാണ് എന്നത് ശ്രദ്ധേയമാണ്. റാണ ചീഫ് ജസ്റ്റിസ് റോബർട്ട്സിന് അപേക്ഷ അയച്ചതിനെ തുടർന്നാണ് ഇയാളുടെ കൈമാറ്റത്തിന് സ്റ്റേ നിഷേധിച്ച് US സുപ്രീം കോടതിയുടെ തീരുമാനം. റാണ ആദ്യം എമർജൻസി ആപ്ലിക്കേഷൻ ഫോർ സ്റ്റേ പെൻഡിംഗ് ലിറ്റിഗേഷൻ ഓഫ് പെറ്റീഷൻ ഫോർ റിറ്റ് ഓഫ് ഹേബിയസ് കോർപ്പസ് അസോസിയേറ്റ് ജസ്റ്റിസ് എലീന കഗസിന് സമർപ്പിച്ചിരുന്നു. എന്നാൽ അപേക്ഷ നിരസിക്കുകയായിരുന്നു. തുടർന്ന് റാണ ചീഫ് ജസ്റ്റിസ് റോബർട്ട്സിന് വീണ്ടും അപ്പീൽ നൽകി. പക്ഷേ ഒടുവിൽ സുപ്രീം കോടതി വീണ്ടും അപേക്ഷ നിരസിച്ചു. അതേസമയം US സുപ്രീം കോടതിയുടെ വിധി റാണയെ ഇന്ത്യയിലേക്ക് കൈമാറുന്നതിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കുന്നു. വർഷങ്ങളായി ഇന്ത്യൻ സർക്കാർ റാണയെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തീരുമാനം കേസിലൊരു വലിയ പുരോഗതിയായി കാണുന്നു. ഇന്ത്യയിൽ അദ്ദേഹത്തിന് ന്യായമായ വിചാരണ ലഭിക്കില്ലെന്ന് റാണയുടെ അഭിഭാഷകൻ വാദിച്ചെങ്കിലും സുപ്രീം കോടതിയുടെ തീരുമാനം അദ്ദേഹത്തിന്റെ കൈമാറൽ തുടരാനാകുമെന്ന് സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.